എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഫുൾ ഡേ ഒന്നും ഇല്ല കേട്ടോ. കാര്യം അത്രയും ഡേ ഒന്നും ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ നമ്മൾ നേരെയാക്കി വെച്ച വീട് ഇന്നത് വീണ്ടും പൊളിച്ചു. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ട് മാത്രമാണുള്ളതേ ഉള്ളൂ. ഇപ്പം സമയം ഏതാണ്ട് ഒരു 11:30 കഴിഞ്ഞു. അജു ഇന്ന് രാവിലെ ജോലിക്ക് പോയി. ഞാനും ഏസനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഏസൻ നല്ല ഉറക്കമാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാമെന്നുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. വളരെ പതുക്കെയാണ് ഞാൻ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. കാര്യം പുള്ളി ഉടനെ അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊന്നും തന്നെ നടക്കില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ തുടയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്നൊന്ന് തോട്ട് മാത്രം വൃത്തിയാക്കി ഇടാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ ജോലി കേട്ടോ. അവൻ്റെ ടോയ്സ് തന്നെ എന്നും അടുക്കി പറക്കി വെക്കാറുണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. കുറേയൊക്കെ സോഫയുടെ അടിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് കുറേ നാളായിട്ട് എൻ്റെ ഒരു ആലോചനയിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തുടങ്ങാനുള്ളൊരു മടി കൊണ്ടും ഞാനിങ്ങനെ നീട്ടി കൊണ്ടുവരുന്നൊരു കാര്യമായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് വീഡിയോ തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതും ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും. ഞാൻ ഡെയിലി ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പോയി എത്തി നോക്കുന്നുണ്ട്. ഈസൻ നല്ല ഉറക്കമാണ്. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അജു ഇന്ന് ലഞ്ച് കഴിക്കുകയല്ലെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചമ്മന്തിയും പൊരിച്ചുമീനും മാത്രം മതി എന്നുള്ള രീതിയിൽ ഞാൻ മീൻ പൊരിക്കാൻ അങ്ങോട്ട് ഇട്ടതും ഈസൻ എഴുന്നേറ്റതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഈസനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സ്റ്റൗവിൽ മീനിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് കരിഞ്ഞ് മുരിഞ്ഞൊരു പരുവത്തിലായെങ്കിലും സാരമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അത് ഈസന് ഇന്ന് സ്നാക്കായിട്ട് കൊടുക്കാനെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാര്യം അല്ലാത്തപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈസൻ വാവാവോ പാടുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പുള്ളി. അങ്ങനെ എന്തായാലും കുറച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ബിഗ് ബോസിൻ്റെ വലിയൊരു ആരാധകയാണ് കേട്ടോ. അപ്പം ഞാൻ റെസ്റ്റ് എടുക്കുന്ന ടൈമിലൊക്കെ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഇട്ട് കണ്ടോണ്ടാണ് ഇരിക്കാറുള്ളത്. ഇന്ന് ഞാനൊരു കിണ്ണത്തപ്പം അല്ലെങ്കിൽ ഒരപ്പം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടാക്കി. 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു ബേക്കറി പോയിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു അൽവ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏസിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇതെൻ്റെ ഉമ്മയുടെ ഐഡിയ ആയിരുന്നു. എന്തായാലും ഐഡിയ സക്സസ് ആയി. പുള്ളിക്ക് ഇഷ്ടമായി. മൊത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും ഞാൻ ആ ബാക്കി മൊത്തം കഴിച്ചത് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നോരോ ബൈറ്റ് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.